അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 1976 ഫ്രഞ്ച് ബിഷപ്വരനും ഫ്രഞ്ച് സൊസൈറ്റി ഓഫ് ഈജിപ്റ്റോളജി മെമ്പറുമായ ഡോക്ടർ മോറിസ് ബുക്കായിയുടെ ബൈബിൾ ഖുർആൻ ശാസ്ത്രം എന്ന ഗ്രന്ഥം പുറത്തു വന്നത്. ബൈബിളിലും പരിശുദ്ധ ഖുർആനിലുമുള്ള പരാമർശങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമായി യോജിക്കുന്നവയാണ് എന്ന പരിശോധനയായിരുന്നു ആ പുസ്തകത്തിൽ. ബൈബിളിലെ പല പരാമർശങ്ങളും കൃത്യത പാലിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തിന്റെ കൃത്യമായ അളവുകോലുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമായ സൂക്ഷ്മത പുലർത്തുന്നു എന്ന വസ്തുതയാണ് ബുക്കായി തന്റെ പുസ്തകത്തിൽ സമർത്ഥിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധ ഖുർആനും ശാസ്ത്രവും താരതമ്യം ചെയ്തുകൊണ്ട് ഒരുപാട് രചനകൾ പുറത്തു വന്നു, ഒരുപാട് പഠനങ്ങൾ നടന്നു. അതിൽ ശ്രദ്ധേയമായതായിരുന്നു 1983 പുറത്തിറങ്ങിയ ദ ഡെവലപ്പിംഗ് ഹ്യൂമൺ എന്ന കീത്ത് മൂറിന്റെ പുസ്തകത്തിന്റെ 3ാമത്തെ പതിപ്പ്. കീത്ത് മൂർ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി വിഭാഗം തലവനാണ്. ലോകത്തറിയപ്പെടുന്ന ഭ്രൂണശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദ ഡെവലപ്പിംഗ് ഹ്യൂമൺ എന്ന പുസ്തകത്തിന്റെ 3ാം പതിപ്പിൽ അബ്ദുൽ മജീദ് സിന്ദാനിയുമായി ചേർന്ന് ഒരു ഇസ്ലാമിക് എഡിഷൻ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ സന്നദ്ധമായി. ആ പുസ്തകത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഭ്രൂണശാസ്ത്ര സംബന്ധിയായി നടത്തുന്ന പരാമർശങ്ങൾ എത്രത്തോളം കൃത്യമാണ് എന്നും ആധുനിക ശാസ്ത്ര വസ്തുതകളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നും അതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആനിന്റെ കൃത്യതയും ബൈബിളിന്റെ സൂക്ഷ്മതയില്ലായ്മയും വെളിപ്പെടുത്തുന്ന ഒരുപാട് രചനകളും പഠനങ്ങളും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഖുർആനിനെ തമസ്കരിക്കുവാനും ഖുർആനിലും അബദ്ധങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കുവാനും വേണ്ടിയുള്ള നിരവധി പരിശ്രമങ്ങളും ഉണ്ടായി. പരിശുദ്ധ ഖുർആനിലെ അബദ്ധങ്ങൾ തേടിയുള്ള ഗവേഷണങ്ങൾ ഇന്ന് ഇന്റർനെറ്റിലെല്ലാം സുലഭമാണ്. അവയിൽ പലതും ആരാണ് രചിച്ചത് എന്ന് കൂടി അറിയാൻ പറ്റാത്ത രൂപത്തിലാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായി തന്നെ ലോകത്തെ പ്രശസ്തരായ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളുടെ കൃത്യതയും അതേപോലെ തന്നെ ശാസ്ത്രീയമായ പുതിയ പഠനങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൃത്യത പുലർത്തുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് എന്നും ഹദീസുകളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഇന്ന് മലയാളക്കരയിലും ചില സുഹൃത്തുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട അവലംബം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ചില രചനകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിനെ ഭ്രൂണശാസ്ത്ര സംബന്ധിയായ പരാമർശങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്ന ആധുനിക ശാസ്ത്ര ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്ത് പരിശോധിച്ചാൽ ഹദീസുകളിൽ പറയുന്ന പരാമർശങ്ങൾ ആധുനിക ശാസ്ത്ര വസ്തുതകളുമായി താരതമ്യം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും അവയിലൊന്നും അബദ്ധങ്ങളില്ല എന്നും അവയിലെ പരാമർശങ്ങൾ എത്രത്തോളം കൃത്യവും സൂക്ഷ്മവുമാണ് എന്നും തീർച്ചയായും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന നമുക്ക് പരിശുദ്ധ ഖുർആനിലെ വിമർശനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പരിശോധിക്കാം. 14 നൂറ്റാണ്ടുകളായി ഖുർആൻ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിമർശനങ്ങളുടെ മുന്നിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം യഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നാണ്, വായ കൊണ്ട് ഊതിക്കെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതിരിക്കുകയില്ല. പരിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ പ്രകാശത്തെ ശാസ്ത്രത്തിന്റെ വായ ഉപയോഗിച്ച് ഊതിക്കെടുത്താമെന്ന് കരുതുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ്. പരിശുദ്ധ ഖുർആനിലെ നിങ്ങൾ പറയുന്ന സ്വഹീഹായ ഹദീസുകളിൽ നിങ്ങൾ പറയുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ ഖുർആനിൽ ഒരബദ്ധം പോലും ഉണ്ട് എന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. ഭ്രൂണശാസ്ത്ര പരാമർശങ്ങളാകട്ടെ മറ്റേതെങ്കിലും പരാമർശങ്ങളാകട്ടെ സ്വഹീഹായ ഹദീസുകളിലും അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് വളരെ സൂക്ഷ്മമായി വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് പരിശോധിക്കാം, പഠിക്കാം. നമുക്കൊരുമിച്ച് പരിശുദ്ധ ഖുർആന്റെ സത്യതയും ദൈവികതയും വ്യക്തമാകുന്ന അത്ഭുതങ്ങളുടെ ലോകത്തിലൂടെ സഞ്ചരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.